അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി വഹദ വസ്സലാത്തു വസ്സലാമു അലാ നബിയ്യ ബഅദ വഅലാ ആലിഹി വസഹ്ബിഹിൽ മുഅ്മിനീന വഹദ അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ സഹോദരിമാരെ, അത്യുഷ്ണം ഇപ്പോഴുണ്ട്. അതിനു പുറമെ ഭക്ഷണമൊക്കെ കഴിഞ്ഞു, ഒരൽപ്പം കൈലൂലത്തിന്റെ ഉറക്കം, സുന്നത്തുള്ള സമയം. അതിനിടയിലാണെങ്കിൽ നമുക്ക് പരലോകത്തെക്കാളൊക്കെ വലുത് ഇപ്പൊ നമ്മളെ കുടുംബജീവൻ തന്നെയാണ്. സംഭവം പരലോകമൊക്കെ അവിടെ ചെന്നിട്ടല്ല, ഇപ്പൊ കുടുംബജീവിതം കൊളായി നിൽക്കുന്നതിന്റെ ബുദ്ധിമുട്ടിലാണ് ഉള്ളത്. അതിലിടക്കൊരു സമാധാനമാണ് ഈ ജാതി പരിപാടിയൊക്കെ. കാരണം നമുക്ക് സൈക്കിൾ ബാലൻസിന് പോയാലും സർക്കസിനൊന്നും പോകാൻ പറ്റില്ല. അപ്പൊ അതിനേക്കാൾ നല്ലൊരു പരിപാടിയായി, പിന്നെ ഒരു സന്തോഷമുള്ള കാര്യത്തിൽ പങ്കെടുക്കലുമായി. അതിന് ഏറ്റവും വലിയ പുറമെ അത് പരലോകത്തേക്ക് ഗുണമായി. ഇപ്പം കാര്യമായി വേണ്ടതൊന്ന് കറങ്ങിക്കിട്ടുക വേണ്ടത് അല്ലേ? എല്ലാരെ കയ്യിലുണ്ട് ഒരു സാധനം. ഞാനും ഇതിങ്ങനെ പറഞ്ഞുകൊണ്ട് തന്നെ ഇപ്പൊ എന്തെങ്കിലും പറയേണ്ടി വരിക. അപ്പൊ അതുകൊണ്ട് ഒരല്പസമയം നിങ്ങളോടൊപ്പം കുടുംബം, നമ്മുടെ കുടുംബം, എല്ലാവർക്കും ഒരല്പം പണം കൂടിയാൽ നല്ല കുടുംബമാക്കാൻ അഭിപ്രായമുണ്ട് അല്ലേ? പലരുടെയും പണം ഇങ്ങനെ കാണുമ്പോൾ പണമില്ലാത്ത പെണ്ണുങ്ങൾ പറയും അതുപോലെ ഒരു വീടും, അതുപോലെ ഒരു അടുക്കളയും, അതുപോലെ ഒരു പൂന്തോട്ടവും, അങ്ങനെ അതൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്കൊക്കെ നല്ല കുടുംബമാകുമായിരുന്നു. അങ്ങനെ തോന്നാറുണ്ട് അല്ലേ? പക്ഷേ ഈ ലോകത്ത് ഈ സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കി തരുന്ന റബ്ബിന്റെ ദൂതൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞൊരു വാക്കെന്താ അറിയോ? വല്ലാഹി ലാ അഖ്ശാകും ബിൽ ഫഖർ. ദാരിദ്ര്യം ഉണ്ടായിട്ട് എന്റെ മനുഷ്യ സമൂഹം ധർമ്മത്തിൽ നിന്ന് അധർമ്മത്തിലേക്ക് പോകുന്നതിന് ഞാൻ പേടിക്കില്ല. പൈസ കുറഞ്ഞു പോയതിന്റെ പേരില് നമ്മൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയി പോകുന്ന റസൂല് ഭയപ്പെടുന്നില്ല. വലാകിൻ, പക്ഷേ യബ്സുത്തു അലൈക്കുമുൽ അർള്, ഭൂമിയിൽ നിങ്ങൾക്ക് സൗകര്യം കൂടിയിട്ട് നിങ്ങൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോണേനെ അള്ളാഹുവിന്റെ റസൂൽ പേടിക്കുന്നുണ്ട്. ഇപ്പം 5 പൈസ ഗതിയില്ലാത്ത കാലത്ത് ഉണ്ടായിരുന്ന ദീന് ഇപ്പൊ നമ്മളെ കൈമില്ല. ഉണ്ടോ? അതിന് ഞാൻ തെളിവ് പറയാം. 5 മുക്കാലില്ലാത്ത സമയത്ത് മഗ്‌രിബ് നിസ്കരിച്ചാൽ നമ്മളെ പുരയിൽ കുറച്ചൊക്കെ ഖുർആനൊക്കെ ഓതുകയും അല്ലേ? അപ്പൊ അതിന് പകരം ജോലയായി ഖുർആൻ ജോലയായി പോയി. ഖുർആൻ ഇപ്പില്ല. ഉണ്ടോ? ഇല്ല. അല്ലെങ്കിൽ ഏതൊക്കെ സീരിയൽ അമ്മ മനസ്സ്, നിലവിളിക്കാനുള്ള മനസ്സ്, ഇജാതി എന്തെങ്കിലുമൊക്കെ, ഞാൻ എന്തെങ്കിലും ഉദാഹരണം പറഞ്ഞതുള്ളൂ. ഇതൊക്കെയാണ് ഇപ്പൊ നമ്മളെ വീട്ടിന്റെ ഗൃഹാന്തരീക്ഷത്തെ പിടിച്ചെടുത്തുള്ളത് അല്ലെ? കാരണം നമ്മൾ TV വാങ്ങാൻ പൈസ ഉണ്ടായി, ചാനലിന് കണക്ഷൻ കൊടുക്കാൻ പൈസ ഉണ്ടായി അല്ലെ? അതുപോലെ തന്നെ ഭക്ഷണമൊക്കെ തിന്നുന്നതൊക്കെ നമുക്കൊരു പിശാചിനെ കൂട്ടുപിടിച്ചപ്പോ തിന്നല് അല്ലെ? കാരണം മാന്യമായി ഭക്ഷണം കഴിക്കുന്നതിന് പകരം നമ്മളുടെ ഡൈനിങ് ടേബിളൊക്കെ ഉണ്ടല്ലോ ഇപ്പൊ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? നമ്മൾ വിചാരിക്കുന്നിടത്തേക്ക് ആര് വരും? പുഡിങ് വരും. ചോറ് തിന്നതിന്റെ ശേഷം വന്നിട്ട് തിരിക്കാൻ തുടങ്ങുക. മുമ്പൊക്കെ ഞാനൊക്കെ ചെറുതാണ് സമയത്ത് കടലക്കച്ചവടം ചെയ്ത കുട്ടികളെ കയ്യിൽ ഉണ്ടായിട്ടുണ്ട് ഇങ്ങനെ തിരിക്കുന്ന ഒരു സാധനം. അതിങ്ങനെ കിണികിണി 12 എപ്പോൾ അടിച്ചാലും 8 കിട്ടുള്ളൂ. 5 പൈസ പോവുകയും ചെയ്യും. 5 പൈസക്ക് 8 കടലക്ക, അങ്ങനെ കിട്ടുന്ന സാധനത്തിൽ അടിക്കുന്ന മാതിരി ഡൈനിങ് ടേബിൾ. ഇതൊക്കെ പെണ്ണുങ്ങൾ ഒരു പുരയെ പോയി കണ്ടാൽ നമ്മളെ പെണ്ണുങ്ങൾ ആകെ ആലോചിക്കേണ്ട അറിയോ? നമ്മളോടൊപ്പം ഇതില്ല, എന്തായാലും വേണ്ടില്ല, ഇത് വാങ്ങിയിട്ട് വേണം ഓളൊന്ന് എൻ്റെ അടുക്ക് വിളിക്കാൻ. എന്തിനറിയോ? കാരണം ആകെ ഒരു സുഖം ആ സാധുവിന് കിട്ടാനുള്ളത് മറ്റേ പെണ്ണും ദേഷ്യം പിടിപ്പിച്ച് കിട്ടുമ്പോഴുള്ള സുഖമുള്ളൂ, വേറെ സുഖമൊന്നുമില്ല. ഉണ്ടോ? ഇല്ല. അപ്പൊ നമുക്ക് നമ്മളെ കുടുംബജീവിതത്തിന് കുറെ പണമുണ്ടായാൽ, നല്ലൊരു വീടുണ്ടായാൽ, നല്ലൊരു പൂന്തോട്ടമുണ്ടായാൽ സുഖസൗകര്യങ്ങളായി എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. തെറ്റുപറ്റി കേട്ടോ. നിങ്ങൾ ചിന്തിക്കേണ്ടത് ധാർമ്മികമായിട്ട് അള്ളാഹുമായി അടുത്ത് നിന്നാൽ മാത്രമേ സുഖം കിട്ടുള്ളൂ. അപ്പൊ എന്താ അറിയോ? ആകെ കുടുംബജീവിതത്തിന്റെ ഏറ്റവും വലിയ സുഖത്ര കാലം അറിയങ്ങള് ഇപ്പോഴുള്ള ആളുകൾ ഇസ്ലാമിന് കല്യാണം കഴിഞ്ഞത് മുതൽ ഒരു കുടുംബം ആരംഭിച്ചില്ലേ, അന്ന് മുതൽ മരിക്കുന്നത് വരെ കുടുംബജീവിതത്തിന്റെ സുഖം ആസ്വദിക്കാൻ കഴിയും. ഇസ്ലാമിലുള്ള ഒരു പെണ്ണാണെങ്കിൽ, ഒരു ഇസ്ലാമുള്ള പുരുഷനാണെങ്കിൽ, അല്ലാത്തവർക്ക് രണ്ടുമല്ല സുഖം.
2 കൊല്ലം കണ്ടില്ല ഞങ്ങൾ കല്യാണം കഴിഞ്ഞ ആദ്യത്തെ 2 കൊല്ലം എന്ത് പിടുത്താ പിടിക്കുക ഓള് ഓനെ സ്കൂട്ടർമേലൊക്കെ പോകുമ്പോ കണ്ടില്ലേ പള്ളങ്ങനെ കൂട്ടിപ്പിടിച്ചിട്ട് എല്ലാം ഇന്റേതല്ലേ എന്നെന്താ പിടിക്കുന്നത് അല്ലേ? നേരെ മറിച്ച് കല്യാണം കഴിഞ്ഞ് 4-5 കൊല്ലം കഴിഞ്ഞാൽ എല്ലാം എന്റേതാണെങ്കിലും കുറച്ച് എടുത്തോളി നമ്മൾ ഇങ്ങനെ പിടിക്കുക അല്ലേ? അപ്പം ഭർത്താവിനോടുള്ള സ്നേഹത്തിലും കടപ്പാടിലൊക്കെ ഭാര്യയ്ക്ക് വ്യത്യാസം വന്ന് വലിയ സുഖമൊന്നും തോന്നില്ല. ഇപ്പൊ കല്യാണം കഴിഞ്ഞ ഉടനെ ഏതെങ്കിലും ഒരു പെണ്ണോട് ചോദിച്ചാൽ നിങ്ങളെ പിയാപ്പിളിനെ പറ്റി അഭിപ്രായം എന്താണ് പഠിച്ചൻ സുബൂറാക്കിയും തന്നതാണ് അതോ? 4-5 കൊല്ലം കഴിഞ്ഞിട്ട് ചോദിച്ചു നോക്കി എങ്ങനെ ഉണ്ട് നിങ്ങളെ ഭർത്താവ്? അങ്ങനെ പോകുന്നു ഒറ്റപ്പാലത്തേക്ക് അങ്ങനെ പോകുന്നു അല്ലേ? നേരെ മറിച്ചൊരു അവിടുന്ന് ഒരു 10 കൊല്ലം ശേഷങ്ങൾ ചോദിച്ചു നോക്കി ഒരു 10 കൊല്ലം ദാമ്പത്യ ജീവിതം പങ്കിട്ട ഒരു പുരുഷനോടോ അല്ലെങ്കിൽ പെണ്ണോടോ ചോദിച്ചു നോക്കി നിങ്ങൾ എങ്ങനെയുണ്ട് നിങ്ങളെ ഭർത്താവ്? എന്താക്കാനാ 2-3 കുട്ടികളായില്ലേ ഞാൻ കഴിച്ചില്ല കഴിഞ്ഞാണ് അവള് പറയുന്നത്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ കുടുംബജീവിതം പണമോ പ്രതാപമോ പ്രശസ്തിയോ സൗകര്യങ്ങളോ സംവിധാനങ്ങളോ അല്ല. അതിനല്ല പറയുന്നു വമൻ അഅറളൻ ദിക്രി ഫഇന്ന ലഹു മഈശത്തൻ ലൻകാ വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅ്മാ ഖാല റബ്ബി ലിമ ഹശർതനി അഅ്മാ വഖദ് കുൻതു ബസീറാ ഖാല കദാലിക അതത്ക ആയാതുനാ ഫനസീതഹാ വകദാലികൽ യൗമ തുൻസാ വമൻ അഅറളൻ ദിക്രി ഫഇന്ന ലഹു മഈശത്തൻ ലൻകാ. പടച്ച തമ്പുരാന്റെ നിർദ്ദേശങ്ങളിൽ നിന്ന് വഴിമാറി യാത്ര ചെയ്ത് ജീവിക്കാൻ ശ്രമിച്ചാൽ അള്ളാഹു ഇഹലോകത്തും പരലോകത്തും അങ്ങേറ്റത്തെ മനക്ലേശം പ്രദാനം ചെയ്യും. അപ്പൊ നിങ്ങൾക്കൊക്കെ മനപ്രയാസം ഉണ്ടാകും. മനപ്രയാസത്തിന്റെ സുപ്രധാനമായ കാരണം അള്ളാഹുവിൽ നിന്ന് നിങ്ങൾ അകന്നുപോയി എന്നതാണ്. ഇപ്പൊ ഒരു വീടാണെങ്കിൽ നിങ്ങൾ നോക്കേണ്ടി നിങ്ങളെ പുര കാണാൻ വരുന്ന ഒരു പെണ്ണ് നിങ്ങൾ ആദ്യം എന്താ കാണിച്ചു കൊടുക്കല്? ആദ്യം അറിയായിട്ട് ചോദിക്കുക ഏതായിരിക്കും ഒരു ഉത്തരങ്ങൾ പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞിട്ടൊരു ഉത്തരം നിങ്ങൾ കാണിച്ചു കൊടുക്കണേ ബാത്റൂം. മുമ്പൊക്കെ ദുനിയാവിൽ ആരും കാണിച്ചു കൊടുക്കാത്ത സാധനമാണ് ഇപ്പൊ കാണിച്ചു കൊടുക്കല്. എന്താ കാരണം അറിയോ? അവിടെയാണ് 10-15 രൂപ മുടക്കിയിട്ട്. ഇപ്പം ബാത്റൂം എന്നല്ല പറയാ ഗ്ലാമർ റൂം എന്നാണ് അല്ലേ? അപ്പൊ കാര്യമായ തകരാറ് സംഭവിച്ചു അല്ലേ? ഒരാൾക്കൊരു വീട് കാണിച്ചു. ഇപ്പൊ നമുക്കൊരു വീടില്ല ചൊല്ലിയാൽ ഒരു വീടുണ്ടാകാൻ ആഗ്രഹിക്കുക ഒരു മുസൽമാന്റെ ബാധ്യതയാണ്. ഒരു മുസ്ലിമായ പെണ്ണിന്റെ ബാധ്യതയും ആഗ്രഹവും മോഹവും അള്ളാഹു കൊടുക്കേണ്ടതുമാണ് അല്ലെ? ഇല്ലെങ്കിൽ നമ്മൾ പ്രയാസമുള്ളതാണ്. ഒരു വീട് അല്ലെ? അതൊക്കെ ആയിക്കഴിഞ്ഞാൽ സാധാരണ നിങ്ങൾ ആദ്യമായിട്ട് വീടുണ്ടാക്കി നിങ്ങൾ താമസിച്ചാൽ നിങ്ങളെ പിയാപ്പിളിനോട് പറഞ്ഞൊരു വാചകം എന്തായിരിക്കും? അള്ളാഹു ഞമ്മക്ക് ചെറുതാണെങ്കിലും മട്ടത്തിലായി നമ്മൾ രണ്ടാളി ആഗ്രഹം പോലെ ഇനി ഇവിടുന്ന് മരിച്ചു പിരിഞ്ഞാൽ മതി, എനിക്ക് ഇനിയൊന്നും വേണ്ട, അജ്ജാതിരു പൊരയാണ് ഇപ്പൊ അള്ള തന്ന് അങ്ങനെ പറഞ്ഞില്ലയോ? പൊരണ്ടാക്കി താമസിച്ചന്ന് 6 മാസം കഴിഞ്ഞാൽ പിന്നെ പറയാൻ തുടങ്ങി. എന്താ അറിയാം, ഓരോരുത്തരെ പൊരേ പോയി നോക്കുമ്പോഴാണ് എനിക്കിപ്പോഴല്ലേ അടുക്കളന്റെ പോരായ്മ മനസ്സിലായത്. ഇതാണ് പെണ്ണ് എന്ന് പറഞ്ഞ സാധനം. ഇപ്പൊ എങ്ങട്ടാ പോണെന്ന് ചോദിച്ചാൽ അള്ളാന്റെ മാർഗത്തിൽ തെറിച്ചു പോവുകയാണ് അല്ലെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിക്കുന്നത് പടച്ചോനെ എന്നെ നീ മിസ്കീനാക്കണേ. അല്ലാഹുമ്മ അഹീനി മിസ്കീന, പടച്ചോൻ എന്നെ മിസ്കീനായി ജീവിപ്പിക്കണേ. നമ്മളാരുടെ ആർക്കല്ലോ ഞാൻ നിങ്ങളൊക്കെ എപ്പോഴും ആഗ്രഹിക്കുന്നത് അറിയാം, പടച്ചോൻ എന്നെ ഒരു മോലാളി ആക്കണേ. ഇവിടെ ഉള്ള ഒറ്റപ്പാലത്തുള്ള എല്ലാ മോലാളിമാരെക്കാളും വലിയ മോലാളിന്റെ പെണ്ണുങ്ങളെ എന്നെ ആക്കണേ അല്ലെ? അല്ലാഹുമ്മ അഹീനി മിസ്കീന, പടച്ചോനെ മിസ്കീനാക്കണം. അമിത്നി മിസ്കീന, എന്നെ മിസ്കീനാക്കി മരിപ്പിക്കണം. റസൂലുള്ള പ്രാർത്ഥിച്ചു, അങ്ങനെ തന്നെ മരിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുമ്പോൾ അടുത്ത വീട്ടിൽ നിന്ന് ആയിഷ റളിയല്ലാഹു അൻഹ അന്നത്തെ ദിവസം വെളിച്ചം കാണാനുള്ള സെയ്ത്ത് എന്ന കടം വാങ്ങിയതാണ്. എന്താ കാരണം? റസൂലുള്ള ആഗ്രഹിച്ചതാ. ഒന്നിന്റെയും പിന്നാലെ ആഗ്രഹിക്കണ്ട, പടച്ചോൻ തരും, അത് കൈനീട്ടി വാങ്ങിക്കോളി. തന്നിട്ടില്ലേ ഒരു പ്രയാസമില്ല, സുഖം സന്തോഷം, അല്ലാഹുക്ക് ശുക്ർ, ഇതാണ് വേണ്ടത്. അപ്പൊ കുടുംബജീവിതത്തിൽ ആദ്യമായി ആഗ്രഹിക്കേണ്ടത് മോഹങ്ങളിൽ നിന്ന് മാറി നിൽക്കുക, സുഖം കിട്ടും. വലിയ വലിയ കടലാസുകൾ കെട്ടിവാഴാതെ അതവിടെ കഴിച്ചിട്ടേക്കുക, സുഖം കിട്ടും. അള്ളാഹു തന്നതിൽ ശുക്ർ കാണിക്കുന്ന മനസ്സുണ്ടാകുക. ഞമ്മക്കൊന്നും ഇപ്പൊ അല്ല തന്നതിന് ശുക്രൊന്നുമില്ല, ഉണ്ടോ? തരാത്തയുള്ള പരാതിയാ. എങ്ങനെ
പടച്ചോനെ എനിക്ക് തന്നതിന് ശുക്ർ കാണിക്കാൻ എന്നെങ്കിലുമായിരുന്നു നമ്മള്. പടച്ചോനെ ഇതൊക്കെ തന്ന് 2 കുട്ടികളെ തന്ന്, പടച്ചോനെ അലങ്കോലില്ലാത്തൊരു കോലുള്ള ഒരു കുട്ടിനെ തന്ന്, പഠിക്കാൻ മോശമാണെങ്കിലും കോലക്കടൊന്നുമില്ലല്ലോ പടച്ചോനെ. പടച്ചോനെ എനിക്ക് ഇത് നേരെ മറിച്ച് നമ്മളുടെ തന്നെ അറിയാം. കുട്ടിനെ കിട്ടാണ്ടെന്നാൽ ഒരു കുട്ടി ഇല്ലാത്ത ഒറ്റ പ്രയാസമാണ്. കുഴപ്പമില്ലെങ്കിൽ മോശമായിക്കോട്ടെ, എന്നാലും ഒരു കുട്ടി ഉണ്ടെന്ന് പറയാലോ. കുട്ടിയുള്ളവരോ പടച്ചോനെ ഇന്റെ കുട്ടിനെ മാത്രം എന്താ ഇങ്ങനെ ആക്കി, മറ്റോന്റെ കുട്ടി കണ്ടില്ല ഡോക്ടർ, എഞ്ചിനീയർ, പ്രൊഫസർ, നമ്മളത് കണ്ടോ ബക്കുട്ടിയെ ആദി അല്ലെ. അപ്പം നമ്മൾ കുട്ടിയില്ലാത്തോളൂ. കുട്ടിയും ഭാര്യയും വരി ഉള്ളല്ലോ. നമുക്ക് പാകമുള്ള പ്രശ്നം എല്ലാവർക്കും എസ്റ്റേറ്റ് ഉണ്ട്, നമുക്കൊരു റബ്ബർ എസ്റ്റേറ്റ് പോലും ഇല്ല. അതൊക്കെ ഉള്ളവരോ എന്താ വേണം, നമുക്ക് ടൗണിൽ ഒറ്റപ്പാലം ടൗണിൽ ഒരു ലോഡ്ജ് വേണം. ഇതെല്ലാം ഉള്ളവർക്ക് ഇപ്പൊ സ്കൂൾ വേണമെന്നാണ്. ഒരു സ്കൂൾ ഉണ്ടായാലേ കച്ചവടം ശരിയാവുള്ളൂ. ഇങ്ങനെ ആഗ്രഹങ്ങൾ ഇങ്ങനെ പോവുക അല്ലെ. ഹോട്ടലിൽ കയറിയ മാതിരിയ. ഹോട്ടലിൽ കയറിയാൽ നിങ്ങൾ ഇടണോ? ഹോട്ടലിൽ കയറിയാല് ഇല കിട്ടിയോന് വിളിക്കുന്ന ആരറിയാള് ലേശം വെള്ളം ഒഴിക്കണത് കഴുക അല്ലെ. അപ്പൊ വെള്ളം ഒഴിക്കിട്ടിയാനോ ചോറ് വിളമ്പടോ അല്ലെ. ചോറ് വിളമ്പനാണ് വിളിക്കുന്നത് അല്ലെ. ചോറ് കിട്ടിയാനോ കൂട്ടാൻ ഒഴിക്കടോ. കൂട്ടാനും കറിയും ഉപ്പേരിയും ഒക്കെ കിട്ടിയാനോ ലേശം മോര് കൊണ്ടടോ. അത് കിട്ടിയാനോ കുടിക്കാൻ വെള്ളം കൊണ്ടിടും. അപ്പൊ മറ്റോനപ്പുറത്ത് ഇല കൊണ്ടേനോ അവിടെ അല്ലേ. അപ്പൊ ഇല ഇല്ലാത്തോടത്ത് ഒരാൾക്ക് മോരിട്ടായിട്ട്, ഒരാൾക്ക് ഉപ്പേരി കിട്ടായിട്ട്, അങ്ങനെയുള്ള പ്രശ്നം. അതുപോലെയാണ് ഹോട്ടലിൽ കയറിയ മാതിരിയാ ദുനിയാവ്. ഇങ്ങനെ അള്ളാഹു എല്ലാവർക്കും എല്ലാം കൊടുക്കൂല ഇല്ലേ. ഇങ്ങനെ മാറ്റിട്ട് കൊടുക്കും. ഇല കിട്ടിയവർക്ക് ചോറില്ല, ചോറില്ലാത്തവർക്ക് ഉപ്പേരി ഇട്ടില്ല, ഉപ്പേരി ഇട്ടാത്തവർ അങ്ങനെയുള്ളപ്പല്ലേ അല്ലേ. അങ്ങനെ അള്ളാഹ് ദുനിയാവ് തരൂ. അതാണ് കുടുംബജീവിതത്തെ കുറിച്ച് നിങ്ങൾ ആദ്യമായി മനസ്സിലാക്കേണ്ട മാനദണ്ഡം. ഇത്രേ സുഖമുള്ളൂ ഇതിന്. സാധാരണ നമ്മളെ പെണ്ണുങ്ങളെ വിചാരം എന്താ അറിയാം, പെൺകുട്ടികളെയൊക്കെ വലിയൊരു സുഖത്തേക്കാ പോകുന്ന. കാരണം ഈ മാപ്പിളപ്പാട്ട് കേട്ടിട്ടാണ് ഇറ്റിങ്ങൾക്ക് കല്യാണം കഴിക്കാൻ പൂതി വെച്ചത്. മല്ലിക മലർ മുല്ല വിരിഞ്ഞുള്ള മാണം കൊള്ള. അങ്ങനെ അത്ര വലിയ മണം നന്നോ എന്നാ പോവുക. ഇവിടെ മണവാട്ടി ഇതാ പോകുന്നേ. എങ്ങോട്ട് ദുനിയാവിന്ന് വിട്ടു പാവോ. അതിന്റെ വിചാരം എന്തോ ആണ് ഈ ലോകം എന്നാ വിചാരിച്ചത്. അങ്ങനെ മോഹലോകത്തേക്ക് കടന്നു വരുന്ന ആളുകളുടെ കുടുംബജീവിതം സന്തോഷകരമല്ല. ഉള്ളതിൽ സംതൃപ്തിപ്പെടുകയും തന്ന റബ്ബിനോട് ശുക്ർ കാണിക്കാനുള്ള മാനസികാവസ്ഥ കാണിക്കുകയും ചെയ്യുക എന്നത് നമ്മളുടെ ബാധ്യതയാണ്. ഇത് തോന കിട്ടാൻ, ദുനിയാവ് കിട്ടാൻ ആഗ്രഹിച്ചിട്ടാണ് പല ആൾക്കാരും കുടുംബജീവിതത്തിലേക്ക് കടക്കാറുള്ളത്. ഇവിടെ എങ്ങനെ എനിക്ക് അറിവിടെ നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. ഇപ്പൊ നിങ്ങൾക്കൊരു മോൻ ഉണ്ട് വെച്ചോളെ അല്ലെ. മോനങ്ങൾ കല്യാണം കഴിക്കുകയാണെങ്കിൽ ആരെ കൊണ്ടേ കെട്ടിക്കുള്ളൂ? മോനെ സീതനൊന്നും വേണ്ട, എന്നാൽ ആരെ കൊണ്ടേ കെട്ടിക്കുള്ളൂ? സീതനില്ലെങ്കിലും എന്റെ മോൻക്ക് കേറി ചെല്ലാൻ ഒരിടം വേണം എന്ന് പറയില്ലമാര് അല്ലേ. എന്റെ മോൻക്ക് ഇറങ്ങിച്ചെല്ലാൻ ഒരു കബറ് വേണമെന്ന് പറയണ ഏതെങ്കിലും ഒരു ഉമ്മനങ്ങൾ ഇടണം. എന്റെ മോൻക്ക് ഇറങ്ങിച്ചെല്ലാൻ ഒരു കബറ് വേണം ഇല്ലല്ലോ. ഇനി വേർന്നിടുന്നത് കല്യാണം കഴിക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഒരാൺകുട്ടി ഉണ്ടെങ്കിൽ ഓനെ പെണ്ണ് കണ്ട് പരസ്പരം ഇഷ്ടപ്പെട്ട് പൊരുത്തപ്പെട്ട് 2 കുടുംബങ്ങൾക്കും ഓൽക്ക് മാത്രം, ഒരു ഭാര്യക്കും ഒരു പെണ്ണിനും ഒരു ആണിനും മാത്രം വിവാഹം കഴിക്കാൻ ഇസ്ലാമിൽ നിയമല്ല. ഈ രജിസ്റ്റർ വിവാഹം ഉണ്ടല്ലോ അത് ഇസ്ലാമികമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ് രജിസ്റ്റർ ചെയ്യാൻ പാടില്ല എന്നല്ല, ഇങ്ങനെ പറഞ്ഞു വെച്ചത്. ലാ നിക്കാഹ ഇല്ലാ ബി വലിയ്യിൻ, രക്ഷാധികാരി ഇല്ലാതെ വിവാഹം സാധൂകരിക്കൂല. അപ്പൊ ഒരു രക്ഷാധികാരി വേണം. ഒരു പെണ്ണും ഒരാണും ഇഷ്ടപ്പെട്ടാൽ വിവാഹം കഴിക്കാൻ ഇസ്ലാമിന് പാടില്ല. അതേസമയം ഇഷ്ടപ്പെടാം. ഖുർആൻ പറഞ്ഞു അൻകിഹുമാ താബലക്കും, ഇഷ്ടപ്പെട്ട പെണ്ണ് നോക്കി കല്യാണം കഴിച്ചോളാൻ. അത് ഖുർആൻ പറഞ്ഞതാ. ഇഷ്ടപ്പെടാം, പക്ഷെ ഇഷ്ടപ്പെട്ട പെണ്ണ് കല്യാണം കഴിക്കാൻ പാടില്ല. ലാ തഅ്സിമു ഉഖ്ദത്തൻ നിക്കാഹ്, വിവാഹം രഹസ്യമായി ഉറപ്പിക്കാൻ പാടില്ല.